കേരളത്തിൽ തങ്ങളെക്കാൾ വലിയ ഹിന്ദു പാർട്ടിയായ CPM-നാണ് എന്ന നിരീക്ഷണമാണ് RSSന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. രണ്ട് ഹിന്ദു സംഘടനകൾ ചേർന്നാൽ മുസ്ലിമിന്റെ വളർച്ചയെ തടയാമെന്ന് RSS നിരീക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങളായി കണ്ണൂരിലെ CPM-ഉം RSS-ഉം തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് എങ്ങനെയാണ് അറുതി വന്നത്? ഒറ്റ ദിവസം കൊണ്ടാണ് അത് സംഭവിച്ചത്. മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് മുഖ്യമന്ത്രി ആക്രോശിച്ച ദിവസം മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിലിരുന്നത് RSSന്റെ സംഘചാലക് ഗോപാലൻകുട്ടി മാഷായിരുന്നു. ഗോപാലൻകുട്ടി മാഷ ഒരു BJP-കാരനല്ല, എല്ലാം തികഞ്ഞ ഒരു RSS നേതാവാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ RSSന്റെ നേതാവുമായിട്ട് ചർച്ച നടത്തിയതായി നമുക്കറിയില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ. എന്തായിരിക്കും ഇവർ തമ്മിൽ നടത്തിയ ചർച്ച? പിന്നീടാണ് ശ്രീ M എന്ന മോദിയുടെ പ്രിയപ്പെട്ട സംഘപരിവാർ അനുകൂലിയായ ആത്മീയ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ടേബിൾ ടോക്കിൽ കൊലപാതകങ്ങൾ